ദർശനും ശ്രീകാന്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശങ്കരനാരായണ കോടതിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദർശനോട് ശ്രീകാന്ത് പറയുന്നത്, നോക്ക് ശങ്കരനാരായണൻ വരുന്നുണ്ട്, അയാളെ മരുവനെ ഇറക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ദർശൻ പറയുന്നുണ്ട്, അയാൾ എന്ത് വിചാരിച്ചാലും ഞാൻ ഉള്ള കാലം വിക്രത്തിനെ ഇറക്കാൻ പറ്റില്ല എന്ന് പറയും നമ്മുടെ ദർശൻ. എന്തായാലും നമ്മുടെ ശങ്കരനാരായണൻ വരുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ തന്നെ ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും, ഒന്നില്ലെങ്കിൽ അവളെ ജീവനോട് അല്ലെങ്കിൽ ഫ്രീസറിൽ അടക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എന്തായാലും അവളെ ഞാൻ കൊന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശങ്കരനാരായണൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശങ്കരനാരായണൻ പറയും, ഞാൻ എന്ത് അപ്പീൽ പോയാലും ഞാൻ വിക്രത്തിനെ ഇറക്കും, കാരണം അവൻ നിൻ്റെ പോലെയല്ല, നിന്നെ പോലെ വൃത്തികെട്ട സ്വഭാവമല്ല, അവന് സത്യസന്ധത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വേദയ്ക്ക് കൊല്ലം ഗുണ്ടകൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ തരുൺ പോലീസ് ഓഫീസറെ കണ്ടിട്ട് എല്ലാവരും പേടിച്ച് കൂടുന്നുണ്ട്. നമ്മുടെ തരുണിൻ്റെ ഭാര്യയാണെങ്കിൽ നമ്മുടെ വേദയുടെ അടുത്ത് തന്നെ കിടക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാളും അടുത്തടുത്ത ഒരു റൂമിൽ രണ്ടാളും ഷെയർ ചെയ്ത് കിടക്കുകയാണ്. എന്തായാലും രാധികയാണ് തരുണിൻ്റെ ഭാര്യയുടെ പേര്. അവളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വേദയുടെ അടുത്ത് കിടത്തുന്നുണ്ട്. വേദ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തരുൺ വേഗം കർട്ടനൊക്കെ വലിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നമ്മുടെ രാധികയെ പതുക്കെ പിടിച്ച് കട്ടിൽമിലേക്ക് കടത്തുന്നുണ്ട്. കാരണം രാധിക ആകെ പേടിച്ച് വരച്ചിട്ടുണ്ട്. കാരണം അന്ന് തരുൺ മുകളിൽ വെച്ച് അടി കൂടുന്നത് കണ്ടിട്ട് അവൾ ആകെ വരച്ചിട്ടുണ്ട്. അവൾക്ക് ആകെ അന്തം മറിഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ അവൾക്കാണെങ്കിൽ നല്ല ബ്ലീഡിങ്ങും ഉണ്ട്. എന്തായാലും അവളെ പിടിച്ച് കടത്തുന്നുണ്ട്. പിടിച്ച് കടത്തിയിട്ട് കടന്നുറങ്ങാൻ പറഞ്ഞിട്ട് നമ്മുടെ തരുൺ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും ശ്രീകാന്ത് ഒരു ഗുണ്ടയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വിക്രത്തിനെ പോലീസ് ജയിലിൽ തന്നെ വെച്ചിട്ട് നമ്മളെ തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അതിനുള്ള ആളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരാളെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. അയാൾക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വിക്രത്തിനെ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് തീർക്കാൻ പറയുന്നുണ്ട്, അതിന് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഗുണ്ട വരുന്നുണ്ട്. ആ ഗുണ്ട എല്ലാറ്റിനും സമ്മതിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് കളിക്കാം, പിന്നെ എന്തായാലും അവൻ ഞങ്ങളോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഞാൻ അവളെ കൊന്നു കളയാന്നൊക്കെ പറഞ്ഞിട്ട് വാക്ക് കൊടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുലക്ഷ്മി, അതായത് തരുണിൻ്റെ അമ്മ, കുറേ ആപ്പിളൊക്കെ മുറിച്ചിട്ട് നമ്മുടെ വേദ ഒറ്റയ്ക്ക് കിടക്കണം ഇങ്ങനെ കണ്ടിട്ട് പാവം തോന്നിയിട്ട് അവളോട് പറയുന്നുണ്ട്, നാം മോളെ കുറച്ച് ആപ്പിൾ കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. വേദ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയരുത്, ഈ സമയത്ത് ധാരാളം ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തരുണിൻ്റെ അമ്മ രാധികയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അവൾക്ക് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൾക്ക് എന്താണെന്നറിയില്ല, അവൾക്ക് ഭയങ്കര പേടിയാണ്. തരുണായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പല്ലി പെട്ടെന്ന് വീണിട്ട് അതിൻ്റെ വാല് മുറിഞ്ഞപ്പോൾ ആ വാല് കണ്ട് പേടിച്ച് അവൾ കരഞ്ഞ് പൊളിച്ച്, അവൾക്ക് അത്രയും പേടിയാണ്. അവൾക്ക് പാവം കുട്ടിയാണ്, അവൾക്ക് ചോരയൊക്കെ കണ്ട മഹാപേടിയാണെന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. നമ്മുടെ തരുണിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തരുണിന് ആരുമില്ല, അച്ഛനില്ല, ഞാൻ അവനെ ഒറ്റയ്ക്ക് പ്രസവിച്ചതാണ്, ആസ്പത്രിയിൽ വെച്ചിട്ട് എനിക്ക് ആരും സഹായത്തിനുണ്ടായിരുന്നില്ല മോളെ, എന്താ ചെയ്യുക, അപ്പോഴേക്കും ഞാൻ ആസ്പത്രിയിൽ പ്രസവിക്കുന്ന ഇടയിൽ തന്നെ തരുണിൻ്റെ അച്ഛൻ മരിച്ചു, ഞാൻ ആ കൈ കുഞ്ഞായി വെച്ചിട്ടാണ് ഞാൻ തരുണിൻ്റെ അച്ഛന് തീ കൊളുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്തായാലും പിന്നെ സേതുലക്ഷ്മി പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ വിക്രമത്തിൻ്റെ അമ്മയും അച്ഛനാണ്, കമലിനെയും മാഷിനാണ്. കമലാണെങ്കിൽ സാധാ ചെക്കപ്പിന് വന്നിട്ടുണ്ട്. അവൾ പറയേണ്ടത്, എനിക്ക് വിക്രത്തിനെ ഒന്ന് കാണണം, എന്നെ മാഷ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുവരാതെ എന്നെ ഒന്ന് വിക്രത്തിനെ കൊണ്ടേ കാണിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും സുധാകര മാഷാണ് ശങ്കരനാരായണനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചോക്കട്ടെ, സമ്മതം ചോദിച്ചോക്കട്ടെ പറഞ്ഞ് ശങ്കരനാരായണനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടിട്ടേ ഇല്ലോ, ഒന്നും കൂടി വിക്രത്തിനെ കമലയ്ക്ക് കാണണത്ര കാണാൻ പറ്റുമെന്ന് പറയുന്നത്. ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മാഷ് വേദയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ശങ്കരനാരായണൻ, പക്ഷേ അയാളൊന്നും പറയാതെ ഫോൺ കട്ടാക്കുന്നുണ്ട്. അയാളുടെ മനസ്സ് മുഴുവൻ നമ്മുടെ ശ്രീകാന്ത് വേദേനെ ഫ്രീസറിൽ അടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, അത് മാത്രം ഇങ്ങനെ ആലോചിച്ച് വരികയാണ്. എന്തായാലും നമ്മുടെ മാഷ് പോയിട്ട് കമലോട് പറയുന്നുണ്ട്, ആ വിക്രത്തിനെ കാണാൻ സമ്മതം തന്നോളും, വായ നമുക്ക് പോണ സമയത്ത് വിക്രത്തിനെയും കണ്ടിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കമലയും മാഷും കൂടി വിക്രത്തിനെ കാണാൻ പോകുന്നുണ്ട്. വിക്രത്തിനെ കാണുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അമ്മ നേരെ മരുന്നൊക്കെ കഴിക്കണം, ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ജയിലിൽ നിന്ന് റിലീസായി വരും, എന്നിട്ട് നമ്മളെല്ലാവരും കൂടി സന്തോഷമായി കഴിയണ ഒരു ദിവസം വരും, അത് അടുത്ത് തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, ആ വേദയുടെ അച്ഛൻ അപ്പീലിന് പോകണമെന്നാണ് പറഞ്ഞത്, എന്തായാലും നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നത്, അത് കാത്തുകൊണ്ടാണ് നിൽക്കണേന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല പറയുന്നത്, എനിക്ക് വേദയെ കുറിച്ചിട്ടാണ് വല്ലാത്ത വിഷമാവണം, അവൾ എവിടെയെന്ന് അറിയില്ല, അവൾ എന്തിനങ്ങനെ നമ്മുടെ അടുത്ത് ഒളിഞ്ഞ് നിൽക്കണം, നമ്മുടെ കൂട്ടത്തിൽ അവൾക്ക് കഴിഞ്ഞാൽ പോരാറുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അവൾ എന്തൊക്കെയോ കരുതിയിട്ട് അമ്മയെ അവൾ അങ്ങനെ ഒളിഞ്ഞ് നിൽക്കണം, ഞാൻ എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങണ ദിവസം അവൾ അവിടെ വരും, അമ്മ വിഷമിക്കാതിരിക്കും, നമുക്ക് എല്ലാവർക്കും സന്തോഷമായി കഴിയണ ഒരു ജീവിതം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കമലയെ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും അപ്പുറത്ത് നമ്മുടെ വേദം ഇങ്ങനെ അടുത്ത് രാധിക ഇങ്ങനെ വെള്ളം എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സേതുലക്ഷ്മി അവിടെ കാണാനില്ല. ആ സമയത്ത് നമ്മുടെ മെല്ലെ വേദം നീട്ടിട്ട് പോയിട്ട് രാധികയ്ക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. രാധിക ചോദിക്കുന്നുണ്ട് വേദോട്, എന്താ നിങ്ങളുടെ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേദ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രാധികയോട് നമ്മുടെ വേദ പറയുന്നുണ്ട്, എൻ്റെ പേരെന്ന് പറയുന്നത് രാധിക തുടങ്ങേണ്ടത്, എനിക്കറിയാം, എന്നോട് അമ്മ പറഞ്ഞു നിങ്ങളിപ്പോൾ കടന്നോളൂ, റെസ്റ്റ് എടുത്തോളൂ, നീക്കേണ്ട, സ്ട്രെയിൻ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധികയോട് ഉറങ്ങാൻ പറയുന്നുണ്ട്. എന്തായാലും
എന്തായാലും അപ്പുറത്ത് നമ്മുടെ സേതുലക്ഷ്മി താഴെ പോയ സമയത്ത് ഗുണ്ടകളൊക്കെ നമ്മുടെ സേതുലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, വേദയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടീനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സേതുലക്ഷ്മിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ സേതുലക്ഷ്മി പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഈ പെൺകുട്ടി അന്വേഷിച്ച് ഇങ്ങോട്ട് വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ അവരെ കാണാൻ വന്നത്, അതിനകത്ത് വിസിറ്റിംഗ് ടൈം അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സിസ്റ്ററെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സെക്യൂരിറ്റിയെ വിളിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ എന്താ അവിടുത്തെ ബഹളം എന്ന് കേട്ടിട്ട് മെല്ലെ വേദ സ്റ്റെപ്പിൽ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഇവരെ കാണുമ്പോൾ പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വേദ മെല്ലെ കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റിയെ വിളിക്കാൻ സിസ്റ്റർ എല്ലാവരും വിളിക്കുന്ന സമയത്ത് നമ്മളെ ഈ ഗുണ്ടകൾ പേടിച്ചിട്ട് എല്ലാവരെയും തട്ടി മാറ്റിയിട്ട് ഒറ്റ ഓട്ടം ഓടുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ വേദേനെ സേതുലക്ഷ്മി ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട്, എന്താ പ്രശ്നം, എന്തിനാ ഇവർ നിന്നെ അന്വേഷിച്ച് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിക്രത്തിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാ കഥയും, നമ്മുടെ ശ്രീകാന്ത് അവളെ കൊല്ലാൻ ശ്രമിക്കണമെന്നും അവളെ കുട്ടിയെ നശിപ്പിക്കാൻ നോക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സേതുലക്ഷ്മി പറയുന്നുണ്ട്, നീ യാതൊരു വിഷമവും കരുതണ്ട, ഞാൻ ഉണ്ട് നിനക്ക്, എൻ്റെ മകൻ തരുൺ നിന്നെ സഹായിക്കും, നിന്നെ ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, നീ ഈ റൂം വിട്ടിട്ട് എങ്ങോട്ടും പുറത്തേക്ക് തന്നെ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ റൗണ്ടിന് വരുന്ന സമയത്ത് നമ്മളെ രാധിയെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മരുന്നൊക്കെ കുത്തുന്നുണ്ട്. ഒരു മയക്കം ഉണ്ടാവും, സാരമില്ല, ഒന്ന് ഉറങ്ങി നീട്ടാ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് കടന്നുറങ്ങിക്കോളാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഡോക്ടർ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്ററോട് സേതുലക്ഷ്മി വേദയും പറയുന്നുണ്ട്, നമ്മുടെ ഫയലിൽ അവളുടെ പേര് മാറ്റാൻ പറയുന്നുണ്ട്, വേദയുടെ പേര് മാറ്റിയിട്ട് നമ്മുടെ ശ്രേയയുടെ പേര് വയ്ക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട്, ഞാനത് വലിയ ഡോക്ടറോട് പറഞ്ഞിട്ട് എല്ലാ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തായാലും ഞാൻ ശ്രേയ ആക്കാൻ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല, പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ രാധിക അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം മോളെ, നീ ഇവിടെ നിന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ തരുൺ കയറി വരുന്നത്. തരുൺ കയറി വന്നപ്പോഴേക്കും നമ്മുടെ രാധിക ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവൾ അനാഥയായിരിക്കും, അവളെ കണ്ണ് മുന്നിൽ വെച്ചിട്ടായിരിക്കും അമ്മയും അച്ഛനൊക്കെ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടാവുക. ആ ഒരു പേടിയാണ് അവളുടെ മനസ്സൊന്നും മാറാതെ ഇരുന്നിട്ടുണ്ടാവുക. എന്തായാലും അവൾ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ തരുണിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അപ്പുറത്തിരുന്ന് നമ്മുടെ വേദ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. വേദയ്ക്ക് മനസ്സിലാവുന്നത് രാധിക എത്രമാത്രം ഒരു പാവാണെന്ന്. എന്തായാലും രാധികയോട് തരുൺ പറയുന്നത്, നിൻ്റെ പ്രസവശേഷം നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒക്കെ സ്ഥലം മാറിപ്പോവാൻ, നമ്മൾ സമാധാനമുള്ള സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറയുന്നത്, ഇനി ചോരയൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രാധികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. രാധിക പറയുന്നത്, ഞാൻ അഥവാ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ പൊന്നു പോലെ നോക്കണേ തരുണേട്ടാന്നൊക്കെ പറയുന്നത്. അപ്പോൾ തരുണാണെങ്കിൽ വല്ലാത്ത വിഷമാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയ്ക്ക് ഇനി രക്ഷയ്ക്ക് തരുണും ഭാര്യയും സേതുലക്ഷ്മി ആയിരിക്കും. ഇനി ചിലപ്പോൾ നമ്മുടെ രാധിക മരിച്ചു എന്ന് വരും. എന്തായാലും നമ്മൾ വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.